നമസ്കാരം. അറബി ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഫോട്ടോഗ്രഫി ഫെസ്റ്റിവലായ എക്സ്പോഷറിൻ്റെ ഈ വർഷത്തെ പതിപ്പിന് ഷാർജയിൽ തുടക്കമായിരിക്കുകയാണ്. ഈ കാഴ്ചകളോടെയാണ് അറബി ദിസ് വീക്കിൻ്റെ ഇത്തവണത്തെ അധ്യായം ആരംഭിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധയിടങ്ങളിലെ വിസ്മയകരമായ കാഴ്ചകൾ ക്യാമറ കണ്ണിലൂടെ കണ്ടറിയുകയാണ് എക്സ്പോഷറിൽ. ഷാർജ എക്സ്പോ സെൻറ്ററിൽ ക്യാമറ കഥ പറയുകയാണ്. മേഖലയിലെ ഏറ്റവും വലിയ ഫോട്ടോഗ്രാഫി എക്സിബിഷനായ എക്സ്പോഷറിൻ്റെ 8ാം പതിപ്പിനാണ് ഇത്തവണ തുടക്കമായിരിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള 400ഓളം ഫോട്ടോഗ്രാഫർമാർ തങ്ങളുടെ 2500ഓളം വ്യത്യസ്തമായ ഫോട്ടോഗ്രാഫുകളാണ് ഇത്തവണ എക്സ്പോഷർ വേദിയിൽ പ്രദർശനത്തിനായി എത്തിച്ചിരിക്കുന്നത്. സ്ട്രീറ്റ് ഫോട്ടോഗ്രഫി ഉൾപ്പെടെ ഫോട്ടോഗ്രഫിയിലെ വിവിധ മേഖലകൾ ഓരോ ഭാഗത്തും മനോഹരമായി തന്നെ ഈ ഒരു എക്സ്പോഷർ മേളയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ജോൺ മെക്ഡർമോട്ട് എന്ന മഹാനായ ഫോട്ടോഗ്രാഫർ നേപ്പിൾസിലെ തെരുവുകളിൽ കണ്ട കാഴ്ചകളാണ് എൻ്റെ ചുറ്റും നിരത്തിയിട്ടിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അദ്ദേഹം ചിത്രീകരിച്ച ഈ ഫോട്ടോകൾ കാണേണ്ടത് തന്നെയാണ്. തെരുവിലെ കാഴ്ചകളെ ഇത്തരത്തിൽ കറുപ്പിലും വെളുപ്പിലും മനോഹരമായാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഓരോ ചിത്രങ്ങളും വലിയ കഥകൾ പറയുന്നുണ്ട്. ഓരോ മുഖങ്ങളിലും അവരുടെ ജീവിതത്തിൻ്റെ കയറ്റിറക്കങ്ങൾ ഇങ്ങനെ കാണാനാകും. ദൈന്യതയും പ്രതീക്ഷകളും തിരക്കും ഒറ്റപ്പെടലും ഉൾപ്പെടെ തെരുവിൽ നിറഞ്ഞൊഴുകുന്ന ജീവിത കാഴ്ചകളുടെ വലിയ ലോകം ഇങ്ങനെ ക്യാമറയ്ക്കുള്ളിലാക്കിയിരിക്കുകയാണ്. ഇവിടെ കുതിരകളാണ് താരം. തൻ്റെ നാടിൻ്റെ ചരിത്രത്തിനോടൊപ്പം നടന്ന നാടിൻ്റെ ഇതുവരെയുള്ള വളർച്ചയിൽ വലിയ സ്ഥാനമുള്ള കുതിരകൾക്ക് താൻ നൽകുന്ന ഒരു സ്നേഹാദരമാണിതെന്ന് ഫോട്ടോഗ്രാഫർ പറയുന്നു. Kurdistan region and Kurdish people, they have always adopted horses as a significant animal and very important to them in culture. I myself am Kurdish from Syria, but these photographs were taken in Barzan region in Kurdistan, north of Erbil. Freedom is one of the most important characteristics of the horses, and we human beings, we share the same with them. So my style in horse photography is about releasing them without tack, saddle or any accessory to show their natural behavior and their characteristics in the nature they belong to. Actually, the horses have many characteristics. As I mentioned, one of them is freedom, but also to be in unity. The symbolism of horses as a creature that represents purity, peace, and family oriented lifestyle. So horses are very close to us, yet we have not treated them in the right way sometimes during wars, but today what we share with horses is only love, and I am happy to be in this time of humanity. Kurdish people have always been aiming for freedom, especially in Barzan region where many revolutions took place to achieve the peace, abundance and brotherhood with other nations as well. Of course, freedom in the times of challenge can be inspired from horses, and human beings will always aim for this freedom. യുദ്ധം തകർത്ത ജീവിതങ്ങളും പിറന്ന നാട്ടിൽ നിന്ന് അഭയാർത്ഥികളാകേണ്ടി വന്നവരുടെ ദുരിത കാഴ്ചകളും തുടങ്ങി മനുഷ്യാവസ്ഥകളുടെ നിരവധി കാഴ്ചകൾ
ഇത്തവണത്തെ എക്സ്പോഷർ നിരത്തിയിടുന്നുണ്ട്. എല്ലാ വർഷം വരാറുണ്ട്. ഇത്തവണ വന്നിട്ട് നല്ല രസം തോന്നുന്നുണ്ട്. കാരണം കൂടുതൽ ഏരിയാസൊക്കെ ഒത്തിരി കവർ ചെയ്തിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു കുറച്ച് ഏരിയയാണ് നോക്കിയിട്ടുള്ളൂ. ബാക്കിയും കൂടെ ഇനി കാണണം എനിക്കുള്ളൂ. ഫോട്ടോഗ്രാഫറാണോ? എങ്ങനെയാണ്? ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്യാറുണ്ട്. ഞാൻ കൂടുതലും നൈറ്റ് ഫോട്ടോഗ്രാഫിക്കാണ് ചെയ്യാറ്. കൂടുതലും ഹെർപ്പിങ് ഡെസേർട്ടിലുള്ള ഫോട്ടോസൊക്കെയാണ് ചെയ്യാറുള്ളത്. ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആവുന്നുണ്ട്. നല്ല നല്ല ഫോട്ടോഗ്രാഫീസ് ഒത്തിരി പേര് ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരിൽ നിന്നും കുറേ ഫോട്ടോസൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനും പറ്റും. അതാണ് മെയിനായിട്ട് വരാനുള്ളൊരു കാരണം. കണ്ടതിൽ കുറച്ച് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിനെ നല്ലത് കണ്ടിരുന്നു. അത് സ്വാഭാവികമായിട്ട് എനിക്ക് വൈൽഡ് ലൈഫ് കുറച്ച് ഇഷ്ടമാണ്. അതുകൊണ്ട് വൈൽഡ് ലൈഫിലേക്ക് കൂടുതൽ താല്പര്യമുണ്ട്. ഫോട്ടോഗ്രാഫി രംഗത്തെ പുത്തൻ കാഴ്ചകൾ പരിചയപ്പെടുത്തുന്ന നിരവധി വർക്ക്ഷോപ്പുകളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ലോകത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള പ്രശസ്തരായ ഫോട്ടോഗ്രാഫി മേഖലയുമായി ബന്ധപ്പെട്ട പ്രശസ്തരായ ആളുകളാണ് വർക്ക്ഷോപ്പുകൾക്ക് നേതൃത്വം നൽകുന്നത്. യുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഷാർജയുടെ മനോഹര കാഴ്ചകൾ ഇത്തവണ എക്സ്പോഷറിൽ ഇടം പിടിച്ചിട്ടുണ്ട്. IC ഷാർജ എന്ന പേരിലാണ് ഈ ഒരു പവലിയൻ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഷാർജയുടെ കാഴ്ചകൾ, ഷാർജയിലെ മനുഷ്യരുടെയും ഷാർജയുടെ പ്രകൃതിയുടെയും രാത്രികാല ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള പൗരാണിക കെട്ടിടങ്ങളുടെയും എല്ലാം കാഴ്ചകൾ ഇവിടെ മനോഹരമായ ഫോട്ടോകളായി കാണാം. Such a good experience to come there. I think the most beautiful place there is the Formella section because we like cars and all that. المكان وايد حلو وأحسن مكان نفسها اللي هو فن الفورمولا. الفوتوغرافي بشكل عام والصور يعني وايد حلوة والمكان أصلا شرح وحلو. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ തുടരെ വരുന്ന ഒരു ആളാണ്. ഫോട്ടോഗ്രാഫിയോട് വളരെ താല്പര്യമുണ്ട്. ഓരോ വർഷം വരുമ്പോഴും ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ്. ഇത്രയും വാസ്റ്റായിട്ട് ഈ പ്രാവശ്യവും നമുക്ക് ഓരോ സെഗ്മെൻറ്റിലേക്കും ഓരോ ആൾക്കാർക്ക് വേണ്ടിയുള്ള കാറ്ററിങ് ഇതിലുണ്ട്. ഫോട്ടോസ് ആണെങ്കിലും ഒത്തിരി ലോകത്തിൽ തന്നെ ഒത്തിരി പ്രസക്തമായ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ഇനി വർക്ക്ഷോപ്സ് ആണെങ്കിലോ നമുക്ക് പെയ്ഡ് വർക്ക്ഷോപ്സും ഉണ്ട്, അല്ലാതെ തന്നെ ഫ്യൂജി, നിക്കോൺ, കാനോൺ നടത്തുന്ന സെപ്പറേറ്റ് വർക്ക്ഷോപ്സും ഉണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് പല ജോണറിലുള്ള പിക്ചേഴ്സാണ്, പല പ്രൊഫഷണൽസിൻ്റെയും ആംഗിളിലുള്ള പിക്ചേഴ്സാണ്, അവർ ഡെഡിക്കേറ്റ് ചെയ്ത പിക്ചേഴ്സാണ്. പിന്നെ രണ്ടാമത്തെ സെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഓരോരുത്തരുടെ ഇൻ്റർവ്യൂ. ഇന്നലെ 11 അമേരിക്കൻ പ്രസിഡൻസിനെ ഫോട്ടോ സ്ഥിരമായിട്ട് എടുത്തിരുന്ന ഒരു വ്യക്തിയുടെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, ഓരോ വ്യക്തിയായിട്ടുള്ള ഇൻറ്ററാക്ഷൻസ്, അതൊക്കെ വളരെ എക്സ്പീരിയൻഷ്യൽ ഇൻ്റർവ്യൂസാണ്. യുദ്ധത്തിൻ്റെ ദുരിതക്കാഴ്ചകൾ പകർത്തുന്നതിനിടെ മരണപ്പെട്ട ജേർണലിസ്റ്റുകളുടെ പേരുകളാണ് ഈ കാണുന്നത്. ഇവർക്ക് ഒരു സ്മാരകം ഒരുക്കുന്നതുൾപ്പെടെയുള്ള വ്യത്യസ്തമായ കാഴ്ചകളും ഇത്തവണത്തെ എക്സ്പോഷറിൽ കാണാനാകും.
ഈ പേരുകൾ കൊത്തിവെച്ച സ്മാരകത്തിന്റെ മറുവശത്ത് വലിയ അക്ഷരത്തിൽ കൊത്തിവെച്ച സീസ് ഫയർ എന്നത് ലോകമെമ്പാടുമുള്ള യുദ്ധം ചെയ്യുന്നവരോടുള്ള ആഹ്വാനമാണ്. ഇത്തരത്തിൽ വ്യത്യസ്തമായ കാഴ്ചകൾ നൽകിയാണ് ഇത്തവണത്തെ എക്സ്പോഷർ കടന്നു പോകുന്നത്. ഖത്തറിൽ നടക്കുന്ന ദോഹ എക്സ്പോ അതിൻ്റെ അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. സംസ്ഥാന ഭക്ഷ്യവകുപ്പ് മന്ത്രി പി പ്രസാദും പോയ വാരം പ്രദർശന നഗരി കാണാൻ എത്തിയിരുന്നു. കാർഷിക രംഗത്ത് ഖത്തർ നടത്തുന്ന ഇടപെടലുകൾ മാതൃകാപരമാണെന്ന് മന്ത്രി പ്രതികരിച്ചു. ഹരിതഭൂമി മികച്ച പരിസ്ഥിതി എന്ന പ്രമേയത്തിലാണ് ദോഹ അഗ്രികൾച്ചറൽ എക്സ്പോ 2023 നടക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 88 രാജ്യങ്ങളാണ് എക്സ്പോയിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുള്ളത്. ഒന്നിലധികം ഗിന്നസ് റെക്കോർഡുകൾ ഇതിനോടകം തന്നെ എക്സ്പോ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. 6 മാസം നീണ്ട പ്രദർശനത്തിൽ വിവിധ രാജ്യങ്ങളുടെ കാർഷിക രീതികൾക്ക് പുറമെ ചരിത്ര, സാംസ്കാരിക, വിനോദസഞ്ചാര മേഖലകൾ പരിചയപ്പെടുത്തുന്ന പവലിയനുകളും അഗ്രികൾച്ചറൽ എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട്. അൽബിദ പാർക്കിൽ കൾച്ചറൽ, ഫാമിലി, ഇന്റർനാഷണൽ സോണുകളിലായി നടക്കുന്ന എക്സ്പോയിൽ കലാപരിപാടികളും കുട്ടികൾക്കായി വിനോദ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ഈ കഴിഞ്ഞ ഒക്ടോബറിൽ ആരംഭിച്ച ദോഹ എക്സ്പോ ഈ മാസം 28-നാണ് സമാപിക്കുക. ദോഹയിൽ കഴിഞ്ഞ ദിവസം എത്തിയ കേരള കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദും എക്സ്പോ സന്ദർശിച്ച് ഖത്തറിന്റെ കാർഷിക രംഗത്തെ പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്തി. കേരളീയ വേഷമായ മുണ്ടും ഷർട്ടും ധരിച്ചാണ് മന്ത്രി എക്സ്പോയിലെത്തിയത്. എക്സ്പോയിലെ വിവിധ പവലിയനുകൾ സന്ദർശിച്ച മന്ത്രി ഓരോ രാജ്യത്തിന്റെയും സംസ്കാരങ്ങളും പ്രത്യേകതകളും ചോദിച്ചറിഞ്ഞു. ഖത്തർ പവലിയനിലെത്തിയ മന്ത്രി കാർബൺ ബഹിർഗമനത്തിന് തോത് കുറയ്ക്കാൻ രാജ്യം നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾ ഡിജിറ്റൽ സംവിധാനങ്ങളുടെ സഹായത്തോടെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി. മരുഭൂമിയെ ഹരിതഭൂമിയാക്കാനുള്ള ഖത്തർ ഭരണകൂടത്തിന്റെ ശ്രമങ്ങൾ മാതൃകാപരമാണെന്ന് പരിസ്ഥിതിയെ ചേർത്തുപിടിക്കാനുള്ള ഖത്തറിന്റെ ശ്രമങ്ങളെ അഭിനന്ദിച്ച് മന്ത്രി പറഞ്ഞു. ഖത്തറിൽ നടക്കുന്ന ഈ എക്സ്പോ 2023 കഴിഞ്ഞ 6 മാസക്കാലമായി വിശാലമായ ഈ പ്രദേശത്ത് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു ജനതയെ ബോധ്യപ്പെടുത്താൻ ഉപകരിക്കുന്ന തരത്തിലുള്ള അതിമനോഹരമായ ഒരു എക്സ്പോയാണ് ഖത്തർ ഗവൺമെൻറ് സംഘടിപ്പിക്കുന്നത്. അങ്ങേയറ്റം നല്ല അനുഭവമാണ് എനിക്കുണ്ടായത്. വിവിധ രാജ്യങ്ങളുടെ പവലിയനുകൾ, അവരുടെ കേന്ദ്രങ്ങൾ ഞങ്ങൾ സന്ദർശിച്ചു. അവിടെയെല്ലാം ആ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കൃഷി കാര്യങ്ങൾ, അവരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനങ്ങൾ, ഇതിലെല്ലാം ഉണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ കഴിയുന്ന അനുകരണീയമായ കുറേ ഏറെ മാതൃകകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. എക്സ്പോ സന്ദർശിച്ച മന്ത്രിക്ക് ആതിഥേയർ ഉപഹാരങ്ങളും സമ്മാനിച്ചു. ആഫ്രിക്കൻ പവലിയനുകളിലെ കരകൗശല വസ്തുക്കളിൽ മന്ത്രി താളം പിടിച്ചതും വേറിട്ട അനുഭവമായി. മണിക്കൂറുകളോളം എക്സ്പോയിലെ കാഴ്ചകൾ ആസ്വദിച്ച മന്ത്രി അനുഭവങ്ങൾ വിസിറ്റേഴ്സ് ബുക്കിൽ എഴുതിയാണ് മടങ്ങിയത്. കുവൈറ്റിൽ ദേശീയ വിമോചന ദിനാഘോഷങ്ങളുടെ നിറവിലാണ് രാജ്യം. പ്രവാസി മലയാളികൾ ഉൾപ്പെടെ പോറ്റമ്മ നാടിൻ്റെ ആഘോഷങ്ങളിൽ പങ്കാളികളായി. അറുപത്തിമൂന്നാമത് ദേശീയ ദിനവും 33ാമത് വിമോചന ദിനവും കുവൈത്ത് ആഘോഷിച്ചു. 1961 ജൂൺ 19-നാണ് കുവൈറ്റ് സ്വയം ഭരണത്തിലെത്തിയതെങ്കിലും 63 മുതൽ ഫെബ്രുവരി 25-നാണ് ദേശീയ ദിനമായി ആഘോഷിച്ചു വരുന്നത്. ഇറാഖ് അധിനിവേശത്തിൽ നിന്നും മോചിതരായതിന്റെ ഓർമ്മകൾ പുതുക്കിയാണ് വിമോചന ദിനം ആചരിച്ചത്. വികസന പാതയിൽ കുവൈത്ത് അതിവേഗം വളരുന്നതിനിടെ 1990-ലായിരുന്നു കുവൈത്തിൽ ഇറാഖിന്റെ അധിനിവേശം.
7 മാസം നീണ്ട അധിനിവേശം കുവൈറ്റിനെ പതിറ്റാണ്ടുകൾ പിറകിലാക്കി. പക്ഷേ ഭരണാധികാരികളുടെ നിശ്ചയദാർഢ്യവും ദീർഘവീക്ഷണവും കുവൈത്തിനെ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നതിന് സഹായിച്ചു. അന്ന് അധിനിവേശ സമയത്ത് ജീവൻ നൽകിയ രക്തസാക്ഷികളുടെ ഓർമ്മ പുതുക്കി രാജ്യത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രത്യേക ചടങ്ങുകളും നടന്നു. വിവിധ മന്ത്രാലയങ്ങളുടെ നേതൃത്വത്തിൽ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ദേശീയ വിമോചന ദിന ആഘോഷങ്ങൾക്കായി വിപുലമായ ഒരുക്കങ്ങളായിരുന്നു നടന്നത്. ആഭ്യന്തര പ്രതിരോധ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സൈനിക പ്രദർശനവും വ്യോമസേന പ്രത്യേക എയർ ഷോയും സംഘടിപ്പിച്ചു. വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പോലീസ് പെട്രോളിംഗ് വിമാനങ്ങളും കുവൈറ്റ് ടവറുകൾക്ക് മുകളിൽ നടത്തിയ പ്രകടനം വിസ്മയമായിരുന്നു. പ്രതിരോധ മന്ത്രാലയത്തിന്റെ F-18 യുദ്ധവിമാനങ്ങളും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കാരക്കൽ, ഡൌഫിൻ, യൂറോകോപ്റ്റർ ഒപ്പം പോലീസ് കോസ്റ്റ് ഗാർഡ് വിമാനങ്ങളും പരേഡിൽ പങ്കെടുത്തു. കുവൈറ്റ് സായുധ സേനയുടെ വിവിധ യൂണിറ്റുകളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന തരത്തിൽ ആയുധങ്ങളുടെയും സൈനിക ഉപകരണങ്ങളുടെയും പ്രദർശനവും പ്രതിരോധ മന്ത്രാലയം ഒരുക്കിയിരുന്നു. രാജ്യത്തെ പൗരന്മാർക്കും പ്രവാസി സമൂഹത്തിനും കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബ ദേശീയ വിമോചന ദിനാശംസകൾ നേർന്നു. വിവിധ രാഷ്ട്ര നേതാക്കളും കുവൈറ്റ് ദേശീയ വിമോചന ദിനങ്ങൾ പ്രമാണിച്ച് ആശംസകൾ അറിയിച്ചു. വിവിധ രാജ്യങ്ങളിലെ കുവൈറ്റ് എംബസികളിലും ഉൾപ്പെടെ വർണ്ണാഭമായ പരിപാടികളാണ് നടന്നത്. രാജ്യത്തെ ഷോപ്പിംഗ് മാളുകൾ, പാർക്കുകൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു പരിപാടികൾ ഏറെയും നടന്നത്. ദേശീയ പതാകകളുമായി ജനങ്ങൾ തെരുവിൽ സന്തോഷം പങ്കുവച്ചു. കെട്ടിടങ്ങളും വീടുകളും വർണ്ണ വെളിച്ചത്തിൽ മുങ്ങി. ആഘോഷങ്ങളുടെ ഭാഗമായി ആയിരക്കണക്കിന് പേരാണ് ഗൾഫ് സ്ട്രീറ്റിലും രാജ്യത്തെ പ്രമുഖ കേന്ദ്രങ്ങളിലും അണിനിരുന്നത്. പ്രവാസികൾ ഉൾപ്പെടെയുള്ള പൗരസമൂഹം പാർക്കുകൾ, റെസ്റ്റോറന്റുകൾ, ബീച്ചുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ കുടുംബമായോ കൂട്ടുകാർക്കൊപ്പമോ ഒത്തുകൂടുകയും പോറ്റമ്മ നാടിനോടുള്ള ആദരവ് പ്രകടമാക്കുകയും ചെയ്തു. കാറുകൾ പതാകകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന കാഴ്ചകൾ എവിടെയും കാണാനായി. കുട്ടികളും മുതിർന്നവരും തങ്ങളുടെ രാജ്യത്തോട് ആദരവ് പ്രകടിപ്പിക്കുന്ന പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ചാണ് എത്തിയത്. കുവൈത്ത് നാഷണൽ മ്യൂസിയം, അൽബഹർ ഹിസ്റ്റോറിക്കൽ വില്ലേജ്, മിറർ ഹൗസ്, കുവൈറ്റ് ടവർ, ലിബറേഷൻ ടവർ തുടങ്ങിയ ചരിത്ര സ്ഥലങ്ങൾ, പ്രധാന സർക്കാർ കെട്ടിടങ്ങൾ, നഗരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പ്രത്യേക ലൈറ്റ് ഷോകളും അരങ്ങേറി. അറേബ്യ ദിസ് വീക്കിൻ്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറേബ്യൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറേബ്യ ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.